സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. കൊല്ലം സ്വദേശി ബി അജിത് കുമാറിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. കൊല്ലം കോർപ്പറേഷനിലെ കൌൺസിലറാണ് അജിത് കുമാർ. കരൾ, വൃക്ക, നേത്രപടലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്യുന്നത്. റോഡ് മാർഗമാണ് തിരുവനന്തപുരത്തേക്ക് അവയവങ്ങൾ എത്തിക്കുന്നത്. വിവരങ്ങളുമായി അക്ഷയ ചേരുന്നു. അക്ഷയ, ഇദ്ദേഹം എങ്ങനെയാണ് മരിച്ചത്? ആർക്കൊക്കെയാണ് അവയവങ്ങൾ ദാനം ചെയ്യുന്നത്? ഇദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്. ഞായറാഴ്ച രാവിലെ സ്ട്രോക്ക് സംഭവിച്ചതിനെ തുടർന്ന് ഇദ്ദേഹത്തെ കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയിട്ടാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. തുടർന്നാണ് കുടുംബാംഗങ്ങൾ അവയവദാനത്തിന് സമ്മതം നൽകിയത്. ഇദ്ദേഹം കൊല്ലം കോർപ്പറേഷനിലെ കൌൺസിലറാണ്, ഡിവിഷൻ 7 കൌൺസിലറാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് അജിത് കുമാർ എന്ന് പറയുന്ന ഈ വ്യക്തി. ഇദ്ദേഹത്തിന്റെ കരൾ, വൃക്കകൾ, അതോടൊപ്പം തന്നെ നേത്രപടലം എന്നീ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുവരുന്നുണ്ട്. മറ്റൊരു വൃക്ക ട്രാവൻകൂർ മെഡിസിറ്റിയിൽ സൂക്ഷിക്കുകയായിരിക്കും. കൊല്ലത്തെ ട്രാവൻകൂർ മെഡിസിറ്റിയിൽ തന്നെയായിരിക്കും ഉണ്ടാകുക. കോർണിയ, നേത്രപടലങ്ങളും RIO ആശുപത്രിയിലേക്കാണ് കൈമാറുന്നത്. എന്തായാലും ഈ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്ന അവയവങ്ങൾ റോഡ് മാർഗമാണ് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത്. 2 മണിക്കാണ് അവിടെ നിന്ന്, കൊല്ലത്ത് നിന്ന് പുറപ്പെടുക എന്നുള്ളതാണ് കേസോട്ടോ അധികൃതരുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം ചർച്ച ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും റോഡ് മാർഗമാണ് ഇത് കൊണ്ടുവരുന്നത് എന്നതിനാൽ തന്നെ ജനങ്ങൾ അതിനുവേണ്ടി ആ വാഹനത്തിന് വഴിയൊരുക്കണമെന്നും കൂടെ അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. KL 17 T 3090 എന്ന ആംബുലൻസിലും അതോടൊപ്പം KL 01 BU 8122 എന്ന കാറിലുമാണ് അവയവങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത്.